കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുന്ന ചർച്ച ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ചാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലെ പുതിയ വ്യാപാര താരിഫ് കരാർ ആഗോള സമ്പദ് രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് വഴിയൊരുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ ധാരണ വെറും ഒരു കച്ചവടത്തിനപ്പുറം തന്ത്രപരമായ ഒരു പങ്കാളിത്തത്തിന്റെ തുടക്കം കൂടിയാണ്. യഥാർത്ഥത്തിൽ പരമാധികാരമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട കഠിനമായ ചർച്ച, ഇന്ത്യൻ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാസങ്ങൾ നീണ്ട കഠിനമായ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയുമാണ് അമേരിക്കയുമായി ഈ കരാറിലെത്തിയത്. ചർച്ചകൾക്കിടയിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടെങ്കിലും അവയെല്ലാം മറികടക്കാൻ കൃത്യമായ പ്ലാനിംഗ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ബിസിനസ് ചർച്ചകൾ കൂടുതൽ ഫലപ്രദമാക്കാൻ രണ്ട് പ്രമുഖ അമേരിക്കൻ കമ്പനികളെ മധ്യസ്ഥരായി ഇന്ത്യ നിയമിച്ചിരുന്നു. ഇത്തരം പ്രൊഫഷണൽ സമീപനങ്ങൾ ചർച്ചകളിൽ ഇന്ത്യയുടെ നിലപാട് ശക്തമാക്കാനും പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും സഹായിച്ചു. ഏതൊരു ഉന്നതതല ചർച്ചയിലും ചില ചെറിയ പോരായ്മകൾ ഉണ്ടായേക്കാമെങ്കിലും മൊത്തത്തിലുള്ള നേട്ടങ്ങളെ അത് ബാധിക്കില്ല. ഏതൊരു ബിസിനസ് ഇടപാടിലും ഒരു വിൻ വിൻ സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ ഇത്തരം വലിയ കരാറുകൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ്, ആഭരണങ്ങൾ, ഔഷധങ്ങൾ എന്നീ മേഖലകളിലെ കയറ്റുമതിക്ക് വലിയ ഇളവുകൾ ലഭിക്കുമ്പോൾ പകരമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ഊർജ്ജ മേഖലയിലെ വലിയ നിക്ഷേപങ്ങളും അത്യാധുനിക GPUകളും സാങ്കേതിക വിദ്യകളും ഇന്ത്യയിലേക്ക് എത്തും. ഈ സാങ്കേതിക കൈമാറ്റം ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ ഊർജ്ജം പകരും. ഇതുമൂലം ഉൽപാദന മേഖലയിൽ വളർച്ചയുണ്ടാകും. ലക്ഷക്കണക്കിന് പുതിയ തൊഴിലുകളും സൃഷ്ടിക്കപ്പെടും. ലോകത്തെ മറ്റു പല രാജ്യങ്ങളും അമേരിക്കയുമായി താരിഫ് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യ അല്പം വൈകിയെങ്കിലും മികച്ചൊരു ധാരണയിലെത്തിയത് നമ്മുടെ നയതന്ത്ര വിജയമാണ്. ചൈനയോ മറ്റ് അയൽ രാജ്യങ്ങളോ നേരിടുന്നതിനേക്കാൾ വളരെ അനുകൂലമായ സാഹചര്യമാണ് ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിക്കും. ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ കരാർ വലിയൊരു കരുത്തായി തന്നെ മാറും. അതേസമയം അമേരിക്ക തീരുവ ഉയർത്തിയത് വഴി കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. വജ്ര ആഭരണ നിർമ്മാണ രംഗത്തെ 8 ലക്ഷത്തോളം പേരുടെ തൊഴിൽ സംരക്ഷിക്കാൻ തീരുവ കുറയ്ക്കുന്നത് ഗുണകരമാകും. ഏറ്റവും വലിയ കയറ്റുമതി വിപണി എന്ന നിലയിൽ അമേരിക്കയുടെ തീരുവ ഈ മേഖലയ്ക്ക് നിർണായകമാണ്. അമേരിക്കയിലേക്ക് വർഷം $997 കോടി കയറ്റുമതി നടക്കുന്നുണ്ട്. ഉയർന്ന തീരുവയിൽ നഷ്ടമായ വിപണി വീണ്ടെടുക്കാനായാൽ ഈ മേഖലയിൽ വലിയ കുതിപ്പാകും വരാനിരിക്കുന്നത്. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതിനു ശേഷം തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണ മേഖലയിൽ 15,000 മുതൽ 20,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയും ഇന്ത്യയും ധാരണയിലെത്തുന്നത്. ഇത് വസ്ത്രമേഖലയിലെ കയറ്റുമതി ഇരട്ടിയാക്കി വളരാൻ സഹായിക്കുമെന്നാണ് മേഖലയുടെ പ്രതീക്ഷ. 2030ഓടെ ഇന്ത്യയിലെ വസ്ത്ര കയറ്റുമതി $10,000 കോടി എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ $3,770 കോടി ആണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.